ലൈവിലായാലും ശരി നേരിട്ടായാലും ശരി ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് മുടിക്ക് എന്ത് വളമാണ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ എൻ്റെ മുടിക്ക് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കാറില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ചെയ്യുന്നൊരു കൂട്ടുണ്ട്. ആ ഒരു കൂട്ട് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. പുറത്തുനിന്ന് ഒരു സാധനം നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. തലമുടി കൊഴിച്ചിലിനും ഹെയർ ഗ്രോത്തിനും പിന്നെ നമ്മുടെ തലമുടിയുടെ റൂട്ടൊക്കെ നന്നായിട്ട് വളരാനും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔഷധ ചെടിയാണ് കീഴാർനെല്ലി. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കീഴാർനെല്ലിയാണ് കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ്. രണ്ടാമത് നമുക്ക് വേണ്ടത് നവരയിലയാണ്. അകാല നര അകറ്റാനും പിന്നെ എന്താണ് മുടി നല്ലപോലെ കറക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നവരയില. മൂന്നാമത് നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തി ഇലയാണ്. അത് നമ്മുടെ ചുവന്ന പൂവുണ്ടാവുന്ന ചെമ്പരത്തി ഇല തന്നെ വേണം കേട്ടോ. മുടി നല്ല രീതിക്ക് തഴച്ച് വളരാനും മുടിയുടെ കരുത്ത് കൂട്ടാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി. 2 പൂവും കൂടി ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തത് തുളസിയാണ്. മുടി കൊഴിച്ചിൽ, മുടിയിലുള്ള മണം, പെയിൻ ശല്യം, താരൻ ഇതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടാനായിട്ട് സഹായിക്കും. അടുത്തത് വന്നിട്ട് പേരയിലയാണ് കേട്ടോ. പേരയിലയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ തടയാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനായിട്ടും പേരയില നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ഗുണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മുടി നന്നായിട്ട് വളരാനും താരൻ മാറാനും മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും കറ്റാർവാഴയുടെ ജെല്ല് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് എടുത്താൽ മതി കേട്ടോ. നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് നല്ലത്. എളുപ്പത്തിന് ചെയ്യാനാണ് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് തുടങ്ങുക. ഞാനിങ്ങനെ പതുക്കെ അപ്ലൈ ചെയ്ത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പം നിങ്ങളും സാവധാനത്തിൽ തന്നെ നല്ല ക്ഷമയോടുകൂടി എല്ലാ ഭാഗത്തും തലയോട്ടിലൊക്കെ പിടിക്കുന്ന വിധത്തിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിയുടെ ബാക്ക് സൈഡിലൊക്കെ നല്ല രീതിക്ക് തന്നെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഹെയറിൻ്റെ പുറത്തു കൂടിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഇതുപോലെ തേച്ച് കൊടുക്കുക. മുടിയുടെ തുമ്പിലൊക്കെ നല്ല രീതിക്ക് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുടി പൊട്ടുന്നത്, അതായത് തുമ്പ് ഇങ്ങനെ പൊട്ടുന്നതിനൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കൂട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നീർക്കെട്ടൊന്നും ഉണ്ടാവാത്തവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയറിനൊരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. കുളിക്കുമ്പോൾ നിങ്ങൾ വളരെ ടൈം എടുത്തിട്ട് കഴുകി കളയാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടായാലും നല്ല രീതിക്ക് തന്നെ കഴുകി കളയാൻ നോക്കുക. അതേപോലെ തന്നെ കുളിക്കുമ്പോൾ നമ്മുടെ തലയിൽ വെള്ളം വീഴുമ്പോൾ നല്ല വഴവഴാന്ന് വരും. ആ ഒരു സമയത്ത് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മസാജ് ചെയ്ത് കുളിച്ച് കഴുകി കളയുന്നതാണ് കൂടുതൽ നല്ലത്. കുറച്ച് ടൈം എടുക്കും നമ്മുടെ തലമുടിയിൽ നിന്ന് ഇത് പോകാനായിട്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കുക. പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആഴ്ചയിൽ 2 ദിവസമായിരുന്നു ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 1 ദിവസമാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.